السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الإخوان وأخوات أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഈ വിധത്തിൽ എല്ലാ സമയവും പാലിച്ച് ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 71-ാമത്തെ അധ്യായം സൂറത്തു നൂഹിൻ്റെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് 3 മുതലുള്ള ഭാഗം നമുക്ക് ഒന്ന് ഓതി തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون. قال رب إني دعوت قومي ليلا ونهارا فلم يزدهم دعائي إلا فرارا. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് യഗ്ഫിർ ലക്കും, യഗ്ഫിർ എന്ന് പറയൂല. റോയിന് സുക്കൂന് തൊട്ട് മുന്നുള്ള ലെറ്ററിന് കസ്ർ വരുമ്പോൾ റോയിനെ രാ ശബ്ദമാക്കിയിട്ടാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും. അപ്പോൾ യഗ്ഫിർ ലക്കും മി എന്നുള്ള 2 മീമും ഒരുമിച്ച് വന്ന് ചേർത്ത് മണിച്ച് ഓതണം. ലക്കുമ്മി മിയോ ദുനൂബിക്കും എന്നുള്ളത് ഇഖ്ഫ ആണ്, അവ്യക്തമാക്കി മണിക്കേണ്ടത്. മിയോ ദുനൂബിക്കും. പിന്നെ വയുഅഖിർക്കും, വയുഅഖിർ എന്ന് പറയുന്നത് വയുഅഖിർക്കും, വയുഅഖിർക്കും. വയു ആ അലിഫിൻ്റെ ഉച്ചാരണമാണ് യു ആ എന്നുള്ളത്. വാവിൻ്റെ മുകൾ അംസ വന്നാലും യാൻ്റെ മുകൾ അംസ വരുമ്പോഴും അലിഫിൻ്റെ മുകൾ അംസ വരുമ്പോഴൊക്കെ തന്നെ അലിഫിൻ്റെ ഉച്ചാരണം തന്നെയാണ് വരേണ്ടത്. വയുഅഖിർക്കും ഇലാ അജലിം മുസമ്മ. ഇലാ ചെറിയ മദ്ദുണ്ട്, അജലിം ചേർത്ത് മണിച്ചോദനം. മുസമ്മൻ നിർത്തുമ്പോൾ മുസമ്മ. ഇന്ന അജലല്ലാഹി ഷദ്ദുൽ നൂന്, ഇന്ന അജലല്ലാഹ് അവിടെ ഷദ്ദുൽ നൂന് മണിച്ചോദ. ഇദാ ജാഅ ലാ യുഅഖർ. ജാഅ എന്നുള്ളത് ദീർഘമായിട്ടുള്ള മദ്ദാണ്, ദീർഘമായി നിട്ടാൻ ശ്രദ്ധിക്കുക. ജാഅ ലാ യുഅഖർ. ലൗ കുൻതും തഅലമൂൻ എന്നുള്ളത് കൂന്തും സാക്കിനായ നൂനിന് ശേഷം താ ലെറ്റർ വന്നപ്പോൾ കൂന്തും ഇഖ്ഫ ആണ്, അവ്യക്തമാക്കി മണിക്കേണ്ടതാണ്. ലൗ കൂന്തും തഅലമൂൻ. ഖാല റബ്ബി ഇന്നി ഷദ്ദുൽ നൂന് ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. ലൈലൻ വ ചേർത്തും മണിച്ചും ഓതണം. ലൈലൻ വനഹാറ ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയും. ലൈലൻ വനഹാറ. ഫലം യസിദ്, യസിദ് ദാലിന് സുക്കൂന് വരുമ്പോൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാം. യസിദ്ഹും ദുആഇ. ദുആഇ ആദ്യത്തെ ഐനാണ്, രണ്ടാമത്തെ ഹംസയാണ്, അലിഫിൻ്റെ ഉച്ചാരണമാണ് രണ്ടാമത്തത്. ദുആഇ മദ് ലോങ് മദ്ദാണ്. ദുആഇ ഇല്ലാ ഫിറാറാ. അങ്ങനെ ഒന്നുകൂടി നോക്കാം. يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون.
قال رب إني دعوت قومي ليلا ونهارا فلم يزدهم دعائي إلا فرارا. അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി ഇസ്ലാമിനോട് നേരെ ഫസ്റ്റ് ആയത്തിലൂടെ പറഞ്ഞു, ഇന്ന അർസൽന നൂഹൻ, അല്ലെ, നൂഹിനെ നാം നിയോഗിച്ചു, ഇലാ ഖൗമിഹി, അദ്ദേഹത്തിന്റെ കൗമിലേക്ക്, അൻ അൻദിർ ഖൗമക, തന്റെ സമൂഹത്തിലെ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി, മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പ് തന്റെ കൗമിനെ, തന്റെ സമൂഹത്തെ മുന്നറിയിപ്പ് നൽകാൻ നൂഹ് അലൈഹി ഇസ്ലാമിനെ നാം നിയോഗിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രകാരം നൂഹ് അലൈഹിസ്സലാം ആ ദൗത്യം നിർവഹിക്കുകയാണ്. ഖാല യാ ഖൗമി ഇന്നി ലക്കും നദീറും മുബീൻ, അദ്ദേഹം പറഞ്ഞു, എൻ്റെ സമൂഹമേ, എൻ്റെ സമുദായമേ, യാ ഖൗമി ഇന്നി ലക്കും, തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ ആരാണ്, നദീറുൻ മുബീൻ, നദീറുൻ മുന്നറിയിപ്പ് നൽകുന്ന ആള്, മുബീൻ വ്യക്തമായ സ്പഷ്ടമായ, ഞാൻ തികച്ചും സ്പഷ്ടമായ വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ് എന്ന് അദ്ദേഹം ആ കൗമിനെ അറിയിച്ചു. എന്നിട്ട് ഒന്നാമത്തെ കാര്യം തന്നെ അൻ ഇഅ്ബുദുല്ലാഹ്, അൻ ഇഅ്ബുദൂ അല്ലാഹ് എന്നാണ്. അൻ അബദ യഅ്ബുദ്, ഉഅ്ബുദ്, ഉഅ്ബുദൂ, അതാണ് എൻ്റെ ജംഅ്. അപ്പം നമ്മൾ ചേർത്തി പറയുമ്പോൾ അൻ ഇഅ്ബുദൂ എന്ന് നമ്മൾ പറയുന്നു. അൻ ഇഅ്ബുദൂ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുവിൻ, നിങ്ങൾ ആരാധിക്കുവിൻ, അല്ലാഹ, അല്ലാഹുവിനെ, നിങ്ങൾ അല്ലാഹുവിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ പറയാൻ ബാക്കി വെച്ചത്. വത്തഖൂഹു, നിങ്ങൾ അവനെ സൂക്ഷിക്കുക. വഅതീഊനി, വഅതീഊനി, ശരിക്കും വാവുണ്ട്, വാവ് സോറി യാ ഉണ്ട്, അത് കളഞ്ഞതാണ്. എന്നെ നിങ്ങൾ അനുസരിക്കുക. അവസാനത്തിൽ നമ്മൾ ഏത് പദത്തിൻ്റെ യാ അവസാനത്തിൽ ചേർത്ത് കൊടുത്താൽ എൻ്റെ എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പോൾ എന്നെ, എൻ്റെ എന്നുള്ളതൊക്കെ അർത്ഥം വരും. അപ്പോൾ അത്തിഊനി, നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ അനുസരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്നാമതായി നൂഹ് അലൈഹിസ്സലാം തൻ്റെ സമുദായത്തെ ഒന്നാമതായി അവരോട് കൽപ്പിക്കുന്ന കാര്യം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അൻ ഇഅ്ബുദുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഇതുവരെ വന്ന് കഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ തന്നെ 1,24,000-ൽ കൂടുതൽ പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് അവരെല്ലാവരും തന്നെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അള്ളാഹ് ഉണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടില്ല. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിന് മാത്രം പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ, അതാണ് പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞിരിക്കുന്നത്. സൂറത്തുൽ അംബിയയിലെ 25-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമാ അർസൽന, നാം നിയോഗിച്ചിട്ടില്ല, മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ്, മിർ റസൂലിൻ, ഒരു റസൂലിനെയും, ഒരു പ്രവാചകനെയും, ഒരു റസൂലിനെയും താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഇല്ലാ നൂഹി ഇലൈഹി, അവരിലേക്ക് വഹി നാം നൽകിയിട്ടല്ലാതെ. എന്താണ്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ആരാധ്യനില്ല, ആരാധനക്കർഹൻ ഞാൻ മാത്രമാണെന്നും, എന്നെ മാത്രം, അന ഫഅബ്ദൂനി, ഫഅബ്ദൂൻ, നിങ്ങൾ എന്നെ ആരാധിക്കണമെന്നും, ഇത് പറയാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തിലെ എന്തെല്ലാം തരത്തിലുള്ള അധാർമികതകൾ ഉണ്ടെങ്കിലും, എന്തെല്ലാം തരത്തിലുള്ള സാമൂഹ്യ തിന്മകൾ ഉണ്ടെങ്കിലും, അവിടെയൊക്കെ തന്നെ ആദ്യം തന്നെ പറയേണ്ടതും പഠിപ്പിക്കേണ്ടതും തൗഹീദ് തന്നെയാണ്, അള്ളാഹുവിനെ ഉള്ളപ്പോൾ. മഹാനായ ഷുഐബ് അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഒട്ടനേകം അവർ അളവിലും അതേപോലെ തന്നെ തൂക്കത്തിൽ കൃത്രിമം കാണിക്കുന്ന ആളുകളാണ്. പക്ഷേ ആ പ്രവാചകന് വന്ന് ഫസ്റ്റ് തന്നെ അള്ളാഹുവിനെയാണ് പരിചയപ്പെടുത്തുന്നത്. കാരണം ഓരോ പ്രവാചകന്മാരെ, ഏത് പ്രവാചകന്മാരെ എടുത്ത് നോക്കിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് സമർപ്പിക്കാൻ വേണ്ടിയാണ്. അതിൽ ഇബാദത്തിൻ്റെ ഏറ്റവും മർമ്മം എന്ന് പറയുന്നത് ദുആ ആണ്. അത് നമ്മൾ മറന്നു പോകരുത്. ദുആ എന്ന് പറയുന്നത് അതാണ് ആരാധനയുടെ മർമ്മം, ഇബാദത്തിൻ്റെ മർമ്മം. അതാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്, അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞത്. പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത്, ആരാധന എന്ന് പറയുന്നത്. ഇപ്പം ഏതൊരു കർമ്മത്തിനും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു തേട്ടമുണ്ട്.
തേട്ടം എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയണമെന്നില്ല, മനസ്സിലുള്ള ആ ഒരു തേട്ടത്തിനാണ് ശരിക്കും ദുആ എന്ന് പറയുക. അപ്പോൾ നമ്മൾ നോമ്പ് നോക്കുന്ന സമയത്ത് അത് മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു തേട്ടമുണ്ട്. എന്താണ് തേട്ടം? ആ നോമ്പ് അള്ളാഹു കബൂൽ ചെയ്യണമെന്നും ആ നരകത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ ഈ നോമ്പ് കാരണമായി തീരണമെന്നില്ല. സ്വതക്കകൾ നമ്മൾ കൊടുക്കുന്നു. ആ സ്വതക്കകൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമുക്കൊരു നിയ്യത്തുണ്ട്, ഒരു തേട്ടമുണ്ട്, അള്ളാഹു ഇത് സ്വീകരിക്കണമെന്നുള്ളത്. റബ്ബിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിക്കുക എന്നുള്ളത്. അതൊക്കെ അതല്ല അതാണ് ദുആ എന്ന് പറയുന്നത്. അതാണ് നാവ് കൊണ്ട് പറയണം എന്നില്ല, മനസ്സിൽ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നത് അതാണ് ശരിക്കും തേട്ടം എന്ന് പറയുന്നത്. അത് നോക്കിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്, നമുക്ക് പ്രതിഫലം നൽകുന്നതും. അപ്പോൾ അതോടൊപ്പം തന്നെ പ്രാർത്ഥനയുടെ ഇബാദത്തിൻ്റെ ഏറ്റവും മർമ്മം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് സ്ഥലത്തുനിന്നും എപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കഴിയൂ എന്ന് നമ്മൾ വിശ്വസിക്കണം. അല്ലാത്ത ഒരാൾക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. അത് അമ്പിയാക്കളാവട്ടെ, ഔലിയാക്കളാവട്ടെ, തങ്ങന്മാരാവട്ടെ, ബീവിയാവട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാവട്ടെ, ഒരു മഖ്ലൂക്കിനും പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. പ്രാർത്ഥന അല്ലാഹു അല്ലാതെ മറ്റേതൊരാളിലേക്ക് നമ്മൾ കൊടുത്താലും അത് കടുത്ത ശിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ ഗൗരവം നിറഞ്ഞ വിഷയമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആദ്യം തന്നെ ഇബാദത്ത് റബ്ബിന് സമർപ്പിക്കാൻ വേണ്ടി എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. അതാണ് വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പറയാനുള്ള കാരണം. അപ്പോൾ അത് ഒന്ന് ഇബാദത്ത് അല്ലാഹുവിന്. നമുക്കറിയാലോ, മക്കയിലുള്ള മുശ്രിക്കുകളായ ആളുകൾക്കൊക്കെയുള്ള വിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, പക്ഷേ ഏകദൈവ വിശ്വാസമായിരുന്നില്ല, അള്ളാഹുവിൽ മാത്രമുള്ളൊരു വിശ്വാസമായിരുന്നില്ല. അവരുടെ പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെയും വിഷമങ്ങളോ ഒക്കെ അള്ളാഹുവിലേക്ക് നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നതിൽ അവർക്ക് എന്തുണ്ടായിരുന്നു? അങ്ങേറ്റത്ത് അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ, അള്ളാഹിനോട് നേരിട്ട് പറയുമ്പോൾ അതൊരു പ്രശ്നമാണ്, അള്ളാഹു സ്വീകരിക്കാതെ പോകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിൻ്റെ നടുവിൽ ഒരാളെ അവർ നിശ്ചയിക്കുകയാണ് ചെയ്തത്. അതാണ് ഷഫാഅത്ത് എന്ന് പറയുന്നത്, ശുപാർശ ചെയ്യാൻ. ഹ ഉല ഇഷുഫാഉന ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുക്കൽ ഈ ബിംബങ്ങളൊക്കെ അള്ളാഹിൻ്റെ അടുക്കൽ എന്തായിരിക്കും, ശുപാർശ പറയുമെന്നാണ് അവർ വിശ്വസിച്ചത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെയും ഒക്കെ ബിംബങ്ങൾ എന്തുണ്ട്, പ്രതിമകൾ, ഐഡൽസ് എന്തുണ്ട്, കഅബയുടെ ഉള്ളിലുണ്ട്. അവിടെ ഉണ്ടാക്കി വെച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കേൾക്കുന്നോ അറിയുന്നോ മനസ്സിലാക്കുമോ എന്നുള്ളതല്ല, മറിച്ച് അതിൻ്റെ പിന്നിലുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന ആ മഹാനായ പ്രവാചകൻ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കും, ലാത്ത ഉസ്സ മനാത്ത ഞങ്ങളെ പ്രാർത്ഥന കേൾക്കും, ഉത്തരം നൽകും എന്ന് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസമാണ് സത്യത്തിൽ തൗഹീദിന് എതിരായി നിൽക്കുന്ന വിശ്വാസം. അതേ വിഷയമാണ് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിലെ ആളുകളും. പരിശുദ്ധ ഖുർആൻ ഈ സൂറയിൽ തന്നെ അതിൻ്റെ അവസാന ഭാഗം പറയുന്നുണ്ട്. വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ എന്നൊക്കെ പറയുന്ന പല പേരുകളിലുള്ള പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ട് അവരൊക്കെ മൺമറഞ്ഞു പോയ മഹാന്മാരായ ആളുകളായിരുന്നു. ഇൻഷാ അല്ലാഹ് ആ ആയത്ത് എത്തുന്ന സമയത്ത് നമുക്ക് വിശദീകരിക്കാം. സ്വഹീഹ് ബുഖാരില അവരെ കുറിച്ചൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അവരെ ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയും. അവരുടെ പ്രാർത്ഥന കേൾക്കും, ഉത്തരം നൽകും, മനസ്സിലാക്കും എന്നൊരു വിശ്വാസം അവരിൽ ഉണ്ടായിത്തീരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു പ്രവാചകനെയും ഒന്നാമതായി അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സമർപ്പിക്കാനോട് പറയും. മക്കയിലെ മുശ്രിക്കുകളോട് വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള് ലയഖൂലുന്ന അല്ലാഹ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ് എന്ന് മക്ക മുശ്രിക്കുകൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അൻകബൂത്തിലും സൂറത്തുൽ ലുഖ്മാനിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും, പല സൂറകളിലും. അപ്പോൾ ഇവിടെ അനിഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അള്ളാഹുവിനാണ് ഇബാദത്ത്. അദ്ദുആഉ മുഖ്ഫുൽ ഇബാദ, പ്രാർത്ഥന ആരാധനയുടെ അത് ഏറ്റവും അതിൻ്റെ മർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അവിടെ രണ്ടാമത്തെ കാര്യം വത്തഖൂഹു എന്നാണ്, അവനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്താണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? എന്താണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക? അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ എന്തുണ്ടോ അത് മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ നമ്മളോട് കൽപ്പിച്ചുവോ ആ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അത് മുഴുവനായും നമ്മൾ നിർവഹിക്കുക എന്നുള്ളത്. അതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്.
അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് നാവ് കൊണ്ട് പഠിച്ചോൻ എനിക്ക് നല്ല പേടിയാണ് എന്ന് പറയലല്ല. അള്ളാഹുവിനെ എനിക്ക് ഞാൻ നിന്നെ നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട് നമ്മൾ പറയുന്നത് കൊണ്ടല്ല. അള്ളാഹു എന്തൊക്കെ ഹറാമാക്കിയോ ഹറാമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കണം. എന്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞത് മുഴുവനും മാറ്റിവെക്കണം. എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുവോ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അതാണ് ശരിക്കും തഖ്വ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ഖുത്ബയിലും അതിൻ്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമ്പോൾ, അവർക്ക് നസീഹത്ത് നൽകുമ്പോൾ അവിടെയൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നത് കാണാൻ സാധിക്കും. ശരി. അതോടൊപ്പം തന്നെ മൂന്നാമത് നൂഹ് അലൈഹി സ്വലാം അവിടെ പറയുന്നത് നിങ്ങൾ അത്വീഊനി, നിങ്ങൾ എന്നെ അനുസരിക്കണമെന്നാണ്. ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകനാണ്, നദീറും മുബീനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രവാചകൻ നൂഹ് അലൈഹി സ്വലാം അനുസരിക്കുക എന്ന് പറയുന്നത് അവിടെ അള്ളാഹുവിനെ അനുസരിക്കുന്നത് തുല്യമാണ്. മനസ്സിലാക്കുക. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ് പ്രവാചകന്മാർ എന്ത് ചെയ്യുന്നത്? നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? യഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് അവൻ പുറത്തു തരും. ഓഫറ യഗ്ഫിറു എന്ന് വെച്ചാൽ പൊറുക്കുക എന്നാണ്, മാപ്പാക്കുക, ഫോർഗിവ്നെസ് എന്നുള്ളത്. ഗഫൂർ, അള്ളാഹിൻ്റെ പേര് കണ്ടില്ല, ഗഫൂർ, ഗഫാർ, അങ്ങേയറ്റം പൊറുക്കുന്നവനെന്ന്. അപ്പൊ യഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് പുറത്തു തരും. മിൻ ദുനൂബിക്കും, ദുനൂബ് എന്ന് വെച്ചാൽ പാപങ്ങൾ, കുറ്റം എന്നുള്ളതാണ്. ഇസ്മ് എന്നും ഖത്വ എന്നൊക്കെ കുറ്റത്തിന് പാപത്തിനൊക്കെ പറയാറുണ്ട്. ദൻബ് ദുനൂബാണ്. ദൻബ് എന്നുള്ളതിൻ്റെ ജംആണ് ദുനൂബ് എന്നുള്ളത്. അപ്പോൾ മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു തരും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അവനെ സൂക്ഷിച്ചുകൊണ്ട് പ്രവാചകനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ എന്തായിരിക്കും? നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. വയുഅഖിറുക്കും, അഖറ യുഅഖിറു എന്ന് വെച്ചാൽ പിന്നെ പിന്തിപ്പിക്കുക എന്നാണ്, പിന്നോട്ട് വെക്കുക, പിന്തിപ്പിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് വയുഅഖിറുക്കും, നിങ്ങളെ പിന്തിപ്പിക്കും, നിങ്ങൾ ഒഴിവാക്കും, നിങ്ങളോട് പുറകോട്ട് നിങ്ങൾ മാറ്റിവെക്കും എന്നൊക്കെ അർത്ഥം. അഖറ യുഅഖിറു, യുഅഖിറുക്കും. എങ്ങനെ? ഇലാ അജലിൻ, ഇലാ അജലിൻ, അജൽ, അജൽ എന്ന് വെച്ചാൽ അവധി എന്നാണ് അർത്ഥം. ഒരു 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 സമയം, അജൽ എന്ന് വെച്ചാൽ സമയം, അതിനൊക്കെയാണ് അജൽ എന്ന് പറയുക. അതേപോലെ തന്നെ ഒരു 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 അവധി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു പീരീഡ് ആട്ടോ ഉദ്ദേശിക്കുന്നത്, ഒരു കാലപരിധി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പാപങ്ങൾ പുറത്തു തരും, നിങ്ങളെ പിന്തിപ്പിച്ചു തരും. പിന്നെ ഇലാ അജലിൻ, ഒരു പിന്നെ അവധിയിലേക്ക്. എങ്ങനെയുള്ള? മുസമ്മ, നിർണയിക്കപ്പെട്ട, നിശ്ചയിക്കപ്പെട്ട. മുസമ്മൻ എന്ന് വെച്ചാൽ നിർണയിക്കപ്പെട്ട, നിശ്ചയിക്കപ്പെട്ട എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ നിർണയിക്കപ്പെട്ട ഒരു സമയം വരേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരും എന്ന് നൂഹ് അലൈഹിസ്സലാം ആ സമൂഹത്തിനോട് പറയാണ്. എന്നിട്ടോ ഇന്ന അജലല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിൻ്റെ അവധി എന്ന് വെച്ചാൽ ഇദാ ജാ, അത് വന്നാൽ, ജാ വന്നു, ഇദാ ജാ വന്നാൽ, ലാ യുഅഖർ, അതെന്താക്കൂല? അത് പിന്തിപ്പിക്കുകയില്ല, പിന്നോട്ടാക്കുകയില്ല. ലാ യുഅഖർ, അത് പിന്തിക്കപ്പെടുന്നതല്ല. ലൗ കുന്തും, നിങ്ങളായിരുന്നെങ്കിൽ, തഅലമൂൻ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇലാ അജലി മുസമ്മ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ മരണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മരണം വരേക്കും എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു തരാണ്. ഇപ്പോൾ ഒരു ജീവിതത്തിൽ, ഭൂമിയിലുള്ള ജീവിതത്തിൽ പാപങ്ങൾ പുറത്തു കിട്ടിയാൽ എന്തായി? അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമല്ലോ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അവധി എല്ലാ ആളുകൾക്കും, എല്ലാ സമുദായത്തിനും, എല്ലാ കാര്യത്തിനും അള്ളാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യന്മാർക്കാട്ടെ, മൃഗങ്ങളെക്കാട്ടെ, ലോകത്തിലെ എല്ലാ മഖ്ലൂഖിനും, അതേപോലെ ആകാശവും ഭൂമിക്കും എല്ലാത്തിനും അള്ളാഹു ഒരു നിശ്ചിത അവധി വെച്ചിട്ടുണ്ട്. ഓരോ സമൂഹത്തിനുമുണ്ട്, ഓരോ വ്യക്തികൾക്കുണ്ട്. അപ്പം അത് വെച്ച് ആ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരാളും, ആ ആശയം വരുന്ന ഖുർആനിൽ ഒരുപാട് സൂറകൾ കാണാൻ സാധിക്കും. സൂറത്തുൽ ഹൂദിൻ്റെ തുടക്കം തന്നെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സൂറത്തുൽ അഅറാഫിലും, സൂറത്തുൽ മുഅ്മിനൂനിലും, സൂറത്തുൽ അൻകബൂത്തിലും ഒക്കെ തന്നെ ഇതേ ആശയം വരുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലികുല്ലി ഉമ്മത്തിൻ അജൽ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ എന്ന് പറയുന്നുണ്ട്. ഓരോ ഉമ്മത്തിനും, ഓരോ സമുദായത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അവധി വെച്ചിട്ടുണ്ട്, ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്.
അത് എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂന, ഒരു നാഴിക നേരം ഒരു പിന്നോട്ടാക്കുകയോ വൈകിക്കുകയോ അല്ലെങ്കിൽ നേരത്തെയാക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളതാണ്. എന്താണ് അള്ളാഹു നിശ്ചയിച്ച സമയത്ത് തന്നെ അത് കറക്റ്റ് അവിടെ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു ഭൂമി ലോകത്ത് നമുക്ക് നൽകിയ ഒരു സമയം എന്ന് പറയുന്നത് ആ സമയത്തിൽ കുറേ സമയം ഉണ്ടാവുക എന്നുള്ളതല്ല, നിശ്ചയിക്കപ്പെട്ട സമയം അത്രയും നമ്മൾ നന്മകൾ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എത്രയാണ് ആയുസ് ഒരാൾക്ക് കുറേ കിട്ടി, പക്ഷെ ആ ആയുസ് കൊണ്ട് നന്മ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ ആ ആയുസ് വേസ്റ്റ് ആണ്. അതുകൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലും ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്, ഖൈറായിട്ടുള്ളവൻ ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖാല മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, വയസ്സ് ധാരാളമായി കിട്ടുകയും അതോടൊപ്പം തന്നെ അമലുകൾ നന്നാക്കി തീർക്കുകയും ചെയ്തവൻ ആരാണോ അവനാണ് മനുഷ്യരിൽ ഏറ്റവും ഹൈറായിട്ടുള്ളവൻ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്രയും കാലഘട്ടം നമ്മൾ ജീവിച്ചു. ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. 35, 45, 55 അല്ലെ 60 ഒക്കെയുള്ള വയസ്സുകളൊക്കെ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. ഇത്രയും കാലഘട്ടം, പിന്നിട്ട കാലഘട്ടം, നമ്മുടെ കാലഘട്ടം എന്താണ് നമ്മളിലൊക്കെ ഉള്ളത്? നന്മയാണോ തിന്മയാണോ? നന്മയേക്കാളേറെ തിന്മ കനം കൂടുമോ? ആലോചിക്കേണ്ടതാണ്. ആയുസ് കിട്ടിയത് കൊണ്ട് കാര്യമില്ല. അതേപോലെ തന്നെ സഹാബി ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട്, അള്ളാഹുവിൻ്റെ റസൂലെ അയ്യുന്നാസി ഷർ, ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖാല മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു. സമയം ഒരുപാട് കിട്ടി, ആയുസ് ഒരുപാട് കിട്ടി, എന്നിട്ടോ അമലുകൾ മോശമാക്കി തീർത്തവൻ, അമലുകളൊന്നും ചെയ്തില്ല, അമലുകളൊക്കെ മോശമായി, അങ്ങനെയുള്ളവനാണ് മനുഷ്യന്മാരിൽ ഏറ്റവും മോശപ്പെട്ടവൻ. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആലയെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് പ്രവാചകന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ അത് കൃത്യമായും അനുസരിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കുകയാണ്. ഒരാളുടെ പാപങ്ങൾ പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അർത്ഥം അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അത്രയും ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു തആല റബ്ബ് പറയുന്ന അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലും അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് പുറത്തു കൊടുക്കും, മാപ്പാക്കി കൊടുക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം നമ്മുടെ ഒരു അവധിയെക്കുറിച്ച്, നമ്മുടെ ഒരു സമയത്തെക്കുറിച്ച്, നമ്മൾ അള്ളാഹു നിശ്ചയിച്ച ഓരോ വർഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഖബർ ജീവിതത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, മരണാനന്തര ജീവിതത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നിശ്ചയിച്ച ഒരു അവധി വരെ നമുക്കൊക്കെ ഉണ്ട്. നമ്മളെ നമ്മുടെ ഉമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് മലക്കുകൾ വന്നിട്ട് ഇല അജലി മുസമ്മ എന്ന് പറഞ്ഞ അവിടെയാണ് നമുക്ക് ഈ ശരിക്കും ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ടല്ലോ, നമ്മുടെ മരണ സമയത്തെക്കുറിച്ചുള്ള അവധി അവിടെ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇപ്പം ശരിക്കും നമ്മൾ ഓരോ ആളുകൾക്കും അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു നിശ്ചയിച്ചു, നമ്മളൊക്കെ ഓരോ സെക്കൻഡുകളും അതിലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഇന്നൊരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി നമ്മൾ മരണപ്പെടും എന്ന് നമ്മൾ കരുതുകയാണ്. ഇത്ര കിലോമീറ്ററാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത്. അതറിയുമ്പോൾ അവിടത്തേക്ക് ഇങ്ങനെ അടുത്ത് കൊണ്ടിരിക്കുമ്പോൾ ഓരോ മീറ്ററുകളും നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ടെൻഷൻ? ഇത് തന്നെയാണ് സത്യത്തിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു ദിവസത്തിലേക്ക് നമ്മളിങ്ങനെ ഓരോ സമയത്ത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചില കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടില്ലേ, അതിങ്ങനെ ബൈൻഡ് ചെയ്ത് വിട്ട് ഇങ്ങനെ ഓടി കുറച്ച് പോയിട്ട് ചുമരിന് എവിടെയെങ്കിലും തട്ടി അവിടെ നിൽക്കും. അത്രയാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചൊരു സമയം. ജസ്റ്റ് ചെറിയൊരു സമയമാണ് ഈ ഭൂമി ലോകം നിശ്ചയിച്ചത്. അതിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായൊരു തിരിച്ചറിവുണ്ടായിത്തീരുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കാൻ ശ്രമിക്കും. ഒരു സമയവും നമ്മൾ അനാവശ്യമാക്കൂല. ഉള്ള സമയങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിന് ഇഷ്ടവും പൊരുത്തമുള്ള രൂപത്തിലാക്കി തീർക്കാൻ കഴിവിൻ്റെ പരമാവധി നമ്മളൊക്കെ ശ്രമിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പോരായ്മകളും വീഴ്ചകളൊക്കെ അള്ളാഹു പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. സന്തോഷത്തോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ സമയമാണെങ്കിലും ഈ സമയം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഏർപ്പാടിലും ഇടപാടിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കുടുംബത്തിലും ഒക്കെ അള്ളാഹു അവൻ്റെ ഖൈറും ബർക്കത്തും ചുരിമാറാകട്ടെ. മുസ്ലിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷണങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അതിനെ നേരിടാനുള്ള കരുത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ ഇസ്സത്ത് അള്ളാഹു ലോകത്തിന് മുമ്പിൽ ഏറ്റവും ഉന്നതമായ രൂപത്തിലാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ വറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക
اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.